ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. നിലവിൽ യു എസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് ട്രംപ് ജൂലൈ 9 വെച്ചിരുന്ന ആ ഒരു താരിഫ് പോളിസി വീണ്ടും അത് പോസ്റ്റ്പോണ്ട് ചെയ്ത് ഓഗസ്റ്റ് 1 ആക്കിയിരിക്കുകയാണ്. Is the August 1 deadline firm now? Is that it? I would say firm. No, I would say firm, but not 100% firm. If they call up and they say, would like to do something a different way, we're going to be open to that. But essentially, that's the way it is right now. Yeah. So South Korea, Japan should take it or leave it? We're always subject to negotiate something that's fair, but we've talked to most of the countries, and pretty much they've had their way for many, many decades, as you know. And it was time that we just wanted fairness. ശരിക്കും യു എസിൽ നിന്നും പറയുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താരിഫ് പോളിസി ഓഗസ്റ്റ് 1 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അതിനെക്കുറിച്ചുള്ള ലെറ്റർ എല്ലാവർക്കും ഞങ്ങൾ യു എസുമായിട്ട് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വൈറ്റ് ഹൗസിലെ ട്രംപിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള കാരോലിന ലെവിറ്റാണ് ഇതിനെ അറിയിച്ചത്. ഇത് അറിയിച്ച സമയത്ത് പറഞ്ഞ വിഷയം ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ജൂലൈ 9 നടപ്പാക്കാനിരുന്ന ജൂലൈ 9 വരെ പോസ്റ്റ്പോണ്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു താരിഫ് പോളിസി വീണ്ടും അത് ഓഗസ്റ്റ് 1 അമെൻമെന്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്ക കത്തയക്കാനുള്ള കാരണം, മറ്റുള്ള രാജ്യങ്ങൾക്ക് കത്തയക്കാനുള്ള കാരണം, ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും ഏതാണ്ട് 25% താരിഫ് കൺഫേം ആക്കിക്കൊണ്ടുള്ള ലെറ്ററാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജപ്പാനും സൗത്ത് കൊറിയയും കുറച്ചുകൂടെ കാര്യങ്ങൾ നയപരമായിട്ട് മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. അതായത് കുറച്ചുകൂടെ ഈ അരി, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എല്ലാം തന്നെ മേടിക്കേണ്ടതുണ്ട്. അതാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ഇതേ സെയിം പ്രശ്നത്തിൽ തന്നെയാണ് ഇന്ത്യയും കിടക്കുന്നത്. ഇന്ത്യക്കും ഇതേപോലെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിലേക്കുള്ള അഗ്രികൾച്ചർ മാർക്കറ്റ്, അമേരിക്കയുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ ഇന്ത്യക്കുള്ളിൽ കയറ്റിവിടണം എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് വളരെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് തുറന്നു കൊടുക്കുക, അതാണ് വേണ്ടത്. അതിനാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ തടസ്സം പറഞ്ഞിരിക്കുന്നത്. അത് അവസാനമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇത് പൊളിറ്റിക്കലി ഒരു പ്രശ്നം ഇന്ത്യക്കുള്ളിൽ ഉണ്ടാക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു അഗ്രികൾച്ചറിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. ഇന്ത്യയിലെ ഒരു ഭൂരിഭാഗം ജനങ്ങളും അഗ്രികൾച്ചർ നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ പോലെ കാര്യങ്ങൾ കാണേണ്ട ആവശ്യമില്ല. കേരളത്തിലാണെങ്കിൽ എല്ലാവരും വിദേശത്ത് പോയിട്ട് പണിയെടുക്കുക, ആ രീതിയിലുള്ള സെറ്റപ്പാണ് കേരളത്തിലുള്ളത്. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ കേരളത്തിൽ കൃഷി ഇല്ല എന്നല്ല പറയുന്നത്, അത്ര മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള അത്രത്തോളം ഇമ്പോർട്ടൻസ് കേരളത്തിലെ കൃഷിക്ക് ഇല്ല. അത് തന്നെയാണ് വസ്തുത. നേരെ മറിച്ച് തമിഴ്നാടായാലും ശരി തന്നെ, അതുപോലെ തന്നെ മറ്റുള്ള ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃഷി തന്നെയാണ് പ്രധാനപ്പെട്ട ജോലി അവിടെ. അതൊക്കെ ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയിൽ ഇന്ത്യ അത്ര എളുപ്പത്തിൽ ഒരു മാർക്കറ്റ് യു എസിന് തുറന്നു വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പോളിസി ആയിട്ട് തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇന്ത്യയുടെ ഫയല് ക്ലോസ്ഡ് ആണ്. ഇനി അവിടെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ആ ക്ലോസ്ഡ് ഫയല് ട്രംപിന്റെ ടേബിളിലുണ്ട്. ഇനി ട്രംപിന് തീരുമാനിക്കാം ഇന്ത്യക്ക് എത്ര % താരിഫ് കൊടുക്കണം എന്നുള്ളതൊക്കെ. ട്രംപിന്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് ട്രംപ് തീർച്ചയായിട്ടും ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എത്രയും വേഗം ഇന്ത്യക്കുള്ളിൽ മാർക്കറ്റിൽ എത്തിക്കണം. കാരണം അത്രമാത്രം മാസ് പോപ്പുലേഷനാണ്. അപ്പോൾ ഇവിടെ എത്തിക്കണം എന്നാണ് പുള്ളിയുടെ ഉദ്ദേശം. ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും താരതമ്യേന പോപ്പുലേഷൻ കുറവാണ് ജപ്പാനിലും അതുപോലെ സൗത്ത് കൊറിയയിലൊക്കെ. അവിടെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ ഈ രീതിയിലൊരു ഓപ്പണിംഗ് വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോൾ പിന്നെ ഇന്ത്യയെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ആ വിഷയം അവിടെ നിൽക്കെ തന്നെ അടുത്ത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു വിഷയം കൂടി ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഫാർമസി മാനുഫാക്ചറിങ് കമ്പനികൾ, അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അവരുടെ എക്യൂപ്മെന്റ്സ് മേടിക്കുന്ന വകയിൽ കുറച്ച് സബ്സിഡി കൊടുക്കാനുള്ള പദ്ധതി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കെല്ലാം തന്നെ വിതിൻ 1 ഇയറിൽ അവർക്ക് ഈ മുടക്കുമുതൽ, അതായത് ഈ എക്യൂപ്മെന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള മിഷനറീസ് മേടിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത പൈസയുടെ ഒരു സബ്സിഡി അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും ഗവൺമെന്റിന്റെ ഖജനാവിൽ തന്നെയാണ് ആ പൈസ പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ താരിഫിന്റെ ഡെഫിസിറ്റ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് സബ്സിഡി കൊടുക്കുന്ന വകയിൽ അമേരിക്കയുടെ ഉള്ളിൽ ചെറിയൊരു വരുമാന കമ്മി ഉണ്ടാവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഈ സമീപ ഭാവിയിൽ തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനികൾക്ക് ഈ സബ്സിഡി കൊടുക്കുന്നതിലൂടെ ഗവൺമെന്റിൽ ഒരു ഡെഫിസിറ്റ് ഉണ്ടാവും. ആ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് ട്രംപ് വീണ്ടും ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, അതേപോലെ മറ്റുള്ള ഫോറിൻ കൺട്രീസിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഉള്ളിലേക്ക് എക്സ്പോർട്ട് നടത്തുന്ന ഫോറിൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് താരിഫ് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരു ലോങ് റണ്ണിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് സ്റ്റഡി അനാലിസിസുകൾ ഇങ്ങനെയാണ് പറയുന്നത്. Yearly net income could go up by almost $300,000. Another key here for high-income Americans is that this legislation is going to allow people who live in those high-tax states and make
up to $500,000 a year, they're going to be able to have this temporary deduction limit increase to $40,000 per year for the next 5 years. But of course, there are some groups, some business groups, some workers who are going to be worse off because of the changes in this legislation. Let's start with lower income Americans. As you noted, there's some significant cuts to the social safety net. We're talking about new and expanded work requirements for Medicaid and food stamps and social deficit hawks, because the Congressional Budget Office estimates that this package is going to increase the deficit by $3.4 trillion. And we know the United States already has a deficit problem. There's this mountain of debt. Look at this. This shows U.S. debt over time as a share of GDP. And what really stands out here with this figure above 150% is we're well ahead of the World War II level era of debt as a percentage of GDP. It started to go up during the 2007-2009 great financial crisis. Of course, there's a lot of spending to bail out banks and provide stimulus checks. It went even higher during COVID. Again, that was a once-in-a-century pandemic. But look, it just has continued to go higher and higher, even though we are in an environment of low unemployment and thankfully no health crisis right now. We are continuing to see the budget come under enormous pressure because of all of this spending out of Washington. So look, കാരണം ഇത് തീർച്ചയായിട്ടും സബ്സിഡി അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡെഫിസിറ്റ് എവിടെയെങ്കിലും നികത്തണമല്ലോ. അപ്പോൾ അങ്ങനെ ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മേളിൽ തന്നെ ഇത് തിരിച്ചു വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തൽക്കാലം ഫാർമസ്യൂട്ടിക്കലിന് ഒരു താരിഫ് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ ട്രംപിൻ്റെ ഇതേ നയം തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് സമീപ ഭാവിയിൽ തന്നെ അത് വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയിൽ നിന്നും കുറേ കമ്പനികൾ അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സൺ ഫാർമ, അമേരിക്കയുടെ ഉള്ളിൽ അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു സബ്സിഡി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിൽ മാനുഫാക്ചറിങ് നടത്താം, അവർക്ക് അവിടെ നല്ല രീതിയിലുള്ള സെയിലും കിട്ടും. അപ്പം ഇന്ത്യൻ കമ്പനികൾ എന്തൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് വെച്ചിട്ടുണ്ടോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അവർക്കൊക്കെ ഒരു ഗുഡ് നോട്ടാണ്. അത് സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് തൽക്കാലം പ്രശ്നമൊന്നുമില്ല, ഒരു 1 ഇയർ വരെ. പക്ഷേ ഒരു 1 ഇയർ കഴിഞ്ഞാൽ അവിടെ റവന്യൂ ഇടിവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സബ്സിഡി കൊടുത്ത് തുടങ്ങുമ്പോൾ. അതാണ് നമ്പർ 2 രണ്ടാമത്തെ വിഷയം. ഇനിയിപ്പോൾ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ, പിന്നെ കരോലിന ലെവിറ്റ് പറയുന്നത് ട്രംപിന് ഫോൺ താഴെ വയ്ക്കാൻ സമയമില്ല എന്നാണ്. കാരണം അത്ര രീതിയിൽ ആൾക്കാർ വിളിച്ചിട്ട് പ്ലീസ് സാർ എന്ന് ട്രംപിന്റെ കാല് പിടിക്കുകയാണ്. ഇത് ട്രംപ് റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കരോലിന ലെവിറ്റും തന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് അതേ ഒരു വാചകം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ട്രംപിന് ഉറങ്ങാൻ പോലും സമയമില്ല. ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ട്രേഡ് ഡീൽ തരണം എന്നുള്ളത്. തീർച്ചയായിട്ടും അമേരിക്ക ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യം തന്നെയാണ്. സാധാരണ രാജ്യത്തിലുള്ള മറ്റുള്ള ഓഫീസേഴ്സ് ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും ഒരു രീതിയിൽ ഇടപെടും. അതായത് അവർ ഒരു കേർട്ടസി വെച്ചിട്ട് പ്ലീസ് ഒക്കെ പറയുന്നുണ്ടാവും. അതിനെ ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വളരെ സില്ലി ആയിട്ടുള്ള ബാലിശമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതൊരു ഹെൽത്തി, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാവേണ്ട സംഗതിയാണ് ഈ ഒരു ട്രേഡ് എഗ്രിമെൻ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവർ കാല് പിടിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രംപിന്റെ കണ്ടീഷനൊത്ത് അവർ എല്ലാം ഒപ്പിട്ടങ്ങ് പോകത്തില്ലേ. അതായത് ഈ 3 മാസത്തെ ഗ്രേസ് പീരീഡ് കൊടുത്തിട്ടും ഒറ്റ മനുഷ്യന്മാർ പോലും വന്ന് ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചുരുങ്ങിയ രാജ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ഈ 3 മാസവും ട്രംപ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് കാനഡ, അതേപോലെ മെക്സിക്കോ, പിന്നെ യൂറോപ്പ്, ഈ മേഖലയിൽ തന്നെയാണ് കിടന്ന് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് ഇതിനകത്ത് ഫാക്റ്റ്. എന്നിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു താരിഫിൻ്റെ വിഷയം കിടപ്പുണ്ട്, നിങ്ങൾ എത്രയും വേഗം വന്ന് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ട്രേഡ് ഡീൽ ഓക്കെ ആക്കിയിട്ട് പോകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇനി ഒരിക്കലും കൺഫേം ആയിട്ട് നിങ്ങൾക്ക് 25%, 50%, 37% അങ്ങനെ തോന്നുന്ന രീതിയിൽ താരിഫ് ഇട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ആ സപ്ലൈ നടക്കൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അമേരിക്കയ്ക്കും കൂടി വേണം, അത് മറ്റുള്ള രാജ്യങ്ങളിലുള്ള പ്രോഡക്റ്റ് ഇവിടെ വേണം. കാരണം ആ സാധനം അവിടെ അമേരിക്കയുടെ ഉള്ളിൽ അവൈലബിൾ അല്ല. ഇനി അഥവാ ട്രംപ് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ജനങ്ങളാണ് അതിൻ്റെ പൈസ അധികം കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പം തന്നെ ഇന്നലെ തന്നെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണ്, ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിൽ ഏറ്റവും നിലം പൊത്തിയത് ടെസ്ലയാണ്. കാരണം ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പ്രാബല്യത്തിൽ വന്നതോടുകൂടി എലോൺ മസ്കിന്റെ കാർ ഇപ്പം 35 ലക്ഷം കൊടുത്ത് $35,000 കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന ആ കാറിന് ഏതാണ്ട് $7,500 സബ്സിഡി ഉണ്ടായിരുന്നു. ആ സബ്സിഡി എല്ലാം അങ്ങ് കട്ടായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എലോൺ മസ്കിന്റെ കാർ ടെസ്ല മേടിക്കുന്ന ആൾക്കാർക്ക് അമേരിക്കയിൽ $7,500 സബ്സിഡി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ സബ്സിഡി കിട്ടാത്ത സാഹചര്യം. അപ്പോൾ അത്
അത് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നോക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാം മാറ്റി ഇൻവെസ്റ്റ് ചെയ്തു. ടെസ്ലയുടെ സ്റ്റോക്ക് കുത്തനെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണത്തിന്റെ വില വീണ്ടും ഉയർന്നിട്ടുണ്ട്, ഏതാണ്ട് 80 രൂപയോളം വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് മാർക്കറ്റ് ഇങ്ങനെ വോളട്ടൈലായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ട്രംപിന്റെ ഒരു താരിഫ് പോളിസിയും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. Why did the president decide to have those tariffs not take effect Wednesday as originally scheduled? And then I was also wondering if you could share, obviously we saw the letters the president sent out on Japan and South Korea, but if any other major U.S. trading partners are getting letters today. Sure, yes, I can confirm. In fact, I have those letters. If you could get me the folder with the letters in them, Liz, they're right in the previous office. I have the signed letters that went out to both South Korea and Japan today. And there will be approximately 12 other countries that will receive notifications and letters directly from the President of the United States. And weeks ago, I stood at this podium and I told all of you that the President was going to create tailor-made trade plans for each and every country on this planet. And that's what this administration continues to be focused on. The President will also sign an executive order today delaying the July 9th deadline to August 1st. So the reciprocal tariff rate or these new rates that will be provided in this correspondence to these foreign leaders will be going out the door within the next month, or deals will be made. And those countries continue to negotiate with the United States. We've seen a lot of positive developments in the right direction, but the administration, the president and his trade team want to cut the best deals for the American people and the American worker. That's what they're focused on. And in the effort of transparency, these letters will continue to be posted to Truth Social, so you can enjoy them yourself. As you see, we have these beautiful letters that the president has signed. This one is to the President of the Republic of Korea, original signature on that, and these will be mailed. And then here we also have another letter to the Prime Minister of Japan as well. Both countries will be receiving a 25% tariff rate effective on August 1st. Tariffs to wrap it up. Look at the extensive work this president has put into cutting these good deals and doing what's right for the American worker. He is literally looking at the map and looking at every country on the planet and seeing where they are ripping off the American people, seeing where they have hollowed out our industrial base, seeing where our jobs have gone to other countries overseas because of their tariff policies, and he's trying to correct that. So this is decades of bad trade policy that has led to a deficit that is ravaging our country, that is ravaging our middle class, and the president is taking a very deliberate approach to correcting this wrong of many decades, of many past presidents. And so I think he should be commended for the time and the effort that he is putting into this. And the fact that he has announced a framework with China, a trade deal with the United Kingdom, a trade deal with Vietnam, and many others to come in just a matter of 6 months is truly historic, and it's a testament to this president and his trade team who are working around the clock to get this done. First tariffs. The president. Is the president at all concerned that these countries that are receiving the letters won't take them seriously because the deadline seems to have shifted already and may shift again? They will take the letters seriously because they have taken the president seriously. And that's why the president's phone, I can tell you, rings off the hook from world leaders all the time who are begging him to come to a deal. And this administration is working hard to ensure those deals are in the best interest of the American people. And this delay, again, is in the best interest of the American people. And നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.